ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ സമ്മേളനത്തിൻ്റെ ബഹുമാന്യരായ അധ്യക്ഷനവർകളെ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് കാലിക പ്രാധാന്യമുള്ള ഒരു പ്രഭാഷണം നിർവഹിച്ച നമുക്കേവർക്കും ആദരണീയനായ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ആദരണീയനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കട അവർകളെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി KM അബ്ദുള്ള മാസ്റ്റർ അവർകളെ, ആദരണീയരായ P മോയുട്ടി മൗലവി, UKM ബഷീർ മൗലവി, ഉമർ ദാരിമി പുളിയക്കോട്, പ്രിയപ്പെട്ട ആസിഫ് ദാരിമി തുടങ്ങിയ വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, പൗരപ്രമുഖരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSSFന്റെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഡിസംബർ മാസം മുതൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തും ജില്ലാതലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മദീന പാഷന്റെ മുന്നോടിയായി വളരെ നേരത്തെ തന്നെ പുളിക്കൽ മേഖല SKSF കമ്മിറ്റി ഇങ്ങനെയൊരു വിപുലമായ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിനെ ആമുഖമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മദീന പാഷൻ ഉയർത്തിപ്പിടിക്കുന്ന പുതിയ നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ചിന്താപരമായ ഒരു നേതൃത്വം എന്ന രീതിയിൽ തന്നെ അവരെ ആ അർത്ഥത്തിൽ വളർത്തുന്നതിനും ബോധവൽക്കരിക്കുന്നതിനും വളരെ സുപ്രധാനമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സംഘടന ഈ ദൗത്യവുമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുബന്ധമായി കേരളത്തിലെ മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ രൂപകൽപ്പന ചെയ്യാൻ പോകുന്ന വളരെ ബൃഹത്തായ പദ്ധതികളുടെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തില ചില സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വർത്തമാനകാലത്ത് ഇവിടുത്തെ സമൂഹത്തിന് കൈമാറേണ്ട വളരെ സുപ്രധാനമായ സന്ദേശങ്ങളുടെ കൈമാറ്റത്തിനു വേണ്ടി ഇതുപോലുള്ള സമ്മേളനങ്ങളുമായി സംഘടന രംഗത്ത് വരുന്നത്. ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യനായ മുസ്തഫ അഷ്റഫി കക്കുപ്പടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനു വേണ്ടി വഴിമാറി കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിലേക്ക് വീണ്ടും നമ്മൾ എത്തിച്ചേരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള സ്മരണകളും ഓർമ്മകളും പ്രവാചക സ്നേഹവുമെല്ലാം പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി പരിശീലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അതിനാസ്പദമായിട്ടുള്ള, അതിൽ നിന്നും ഉത്തേജനം ലഭ്യമായിട്ടുള്ള ഒരു യുവജന വിദ്യാർത്ഥി വിഭാഗത്തെയാണ് മദീന പാഷൻ വിഭാവന ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രവാചകന്റെ സന്ദേശങ്ങൾക്കും പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന
വർത്തമാനകാലത്ത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏത് വിവാദങ്ങൾ എടുത്തു വെച്ചാലും അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെ കൊണ്ട് ആ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുന്ന തലത്തിലേക്കുള്ള വലിയ ബൗദ്ധികമായ ഉയർച്ചയിലേക്ക് ലോകത്തെ മുസ്ലിം സമൂഹം ഉയർന്നു വന്നിരിക്കുന്നു എന്നത് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. പക്ഷേ നമ്മളെ ഒരു നിരാശയിലേക്ക്, വലിയൊരു കുറ്റബോധത്തിലേക്ക്, മുസ്ലിം സമുദായത്തിന് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു അപകർഷതാബോധത്തിലേക്ക് നയിക്കാൻ ഇവിടെ മാധ്യമങ്ങളും ചില കുപ്രചാരകരും ഭരണാധികാരികളും ഒക്കെ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആത്മവിശ്വാസത്തോടുകൂടി പുതിയ തലമുറയിലെ മുസ്ലിം ചെറുപ്പക്കാർ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാരെ നിരാശരാക്കിക്കൊണ്ട്, അവരുടെ നിരാശയെ ചൂഷണം ചെയ്തുകൊണ്ട്, അവന്റെ കർമ്മശേഷിയെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കുമൊക്കെ വലിച്ചടക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടാണെങ്കിലും, ഭരണകൂടത്തെ പിന്തുണക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും, ആ ഭരണകൂട ഭീകരതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരയുടെ പക്ഷത്തുനിന്നുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരനെ അനാവശ്യമായ ഇടപെടലുകളിലേക്ക് തള്ളിവിടുന്ന പ്രവണതയാണെങ്കിലും എല്ലാം ഈ സമൂഹത്തിന്റെ സർവനാശത്തിലേക്കാണ് എത്തിക്കുക എന്ന് പ്രാഥമികമായി തിരിച്ചറിയാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കണം. നാം മനസ്സിലാക്കേണ്ടത്, പരീക്ഷണങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമല്ല. വിവാദങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുതായി കടന്നു വരുന്നതല്ല. പരീക്ഷണങ്ങളും വിവാദങ്ങളും തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ ഇസ്ലാമിനോളം പഴക്കമുള്ളത് തന്നെയാണ്. പക്ഷെ അതത് കാലത്ത് വിശ്വാസി സമൂഹം അതിനെ എങ്ങനെ അതിജയിച്ചു എന്ന് അതിന്റെ ചരിത്രബോധത്തിലൂടെ അതിനെ തിരിച്ചറിയാനും ആ വഴികളിലൂടെ സഞ്ചരിക്കാനും മുസ്ലിം സമൂഹത്തിന് സാധിക്കണം. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, ഇവിടെ കഴിഞ്ഞ 90 വർഷത്തിലധികമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദായത്തെ ബുദ്ധിപരമായും ആശയപരമായി വിശ്വാസപരമായി കർമ്മപരമായി നിങ്ങൾ ഏതു വഴിയിലൂടെ സഞ്ചരിക്കണമെന്നതിനെക്കുറിച്ചുള്ള മാർഗദർശനങ്ങൾ, ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന വലിയ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചതുകൊണ്ട് തന്നെ ഈ ബഹളങ്ങൾക്കിടയിലും സമസ്തയും അതിന്റെ അനുബന്ധ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന നിലപാടുകൾ, നയങ്ങൾ, ആശയങ്ങൾ ഏതൊരു ഭരണാധികാരിക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധം അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നുവെന്ന പരമാർത്ഥത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വിവിധങ്ങളായ മതസംഘടനകൾക്കിടയിൽ പുതിയ പുതിയ മാറ്റങ്ങളും നയവ്യതിയാനങ്ങളും അവർക്കിടയിൽ പിളർപ്പുകളും കൂടിച്ചേരകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അടിസ്ഥാനപരമായി വലിയ ആശയപാപ്പരത്വം അവർക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോഴാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന, അത് വിഭാവന ചെയ്യുന്ന അടിസ്ഥാനപരമായ ഇസ്ലാമിക സമൂഹത്തിന്റെ ആദർശത്തെ അതിൽ യാതൊരു വെള്ളം ചേർക്കാനും അവസരമില്ലാതെ, മായം ചേർക്കാൻ അവസരമില്ലാതെ അഭിമാനത്തോടുകൂടി ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഒരു സർവ്വസന്നാഹത്തോടുകൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഈ സമുദായത്തിന്റെ ആത്മവിശ്വാസം തകർത്തുകൊണ്ട് അവർക്കിടയിൽ പുതിയ പുതിയ അപകർഷതാബോധം വളർത്താൻ ആവശ്യമായ സംഭവങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ പുതിയ പുതിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുസ്ലിം സമുദായത്തിനകത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, പുറത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഭരിക്കുന്നവർ നടത്തുന്നുണ്ട്, അതേപോലെ പ്രതിപക്ഷം നടത്തുന്നുണ്ട്, പല ആളുകളും. അത് ആര് എന്നതിനേക്കാൾ അപ്പുറം ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആര് നാട് ഭരിച്ചാലും, ആര് ഭരണത്തിലിരുന്നാലും, ആര് പ്രതിപക്ഷത്തിലിരുന്നാലും അതല്ല പ്രശ്നം. അതിനേക്കാൾ അപ്പുറം വിശ്വാസി സമൂഹത്തിന് എന്നും പരീക്ഷണമാണ്. വിശ്വാസി സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ വിവാദത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ സമുദായം എന്നും ഒരു വിവാദ വിഷയമാക്കി സമുദായത്തിന്റെ ആശയങ്ങളെ, സമുദായത്തിന്റെ കാഴ്ചപ്പാടുകളെ എന്നും ഇവരെന്തോ അപകടകാരികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെ വളരെ ബുദ്ധിപരമായി പ്രതിരോധിക്കാൻ നേതൃപരമായ പങ്കാളിത്തം വഹിക്കുന്ന വലിയ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നാം മനസ്സിലാക്കണം, ഇവിടെ നേരത്തെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടതും നമ്മുടെ നാട്ടിൽ ഇന്ന് വർത്തമാനകാലത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടാനുള്ള വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മതപരിവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരാൾ മറ്റു മതവിഭാഗത്തിലേക്ക് കടന്നു പോകുന്നു എന്നൊക്കെ പറയുന്നത്
രാജ്യത്ത് ഭരണഘടനാപരമായി ഇവിടുത്തെ മൗലികമായ അവകാശത്തിന്റെ ഭാഗമായി ആർക്കും ചെയ്യാവുന്നതാണ്. ഇന്ത്യ രാജ്യത്ത് ഏത് പൗരനും അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, തിരസ്കരിക്കാം. ഇത് രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവകാശപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, ഈ രാജ്യത്ത് വലിയ വലിയ ഫ്യൂഡൽ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്, വലിയ രാജവംശങ്ങൾ വന്നിട്ടുണ്ട്, ഏകാധിപതികൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ ഭരണാധികാരികളെല്ലാം രാജ്യം ഭരിച്ചിരുന്ന കാലത്തും ഇവിടെ ഒരുപക്ഷേ നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ ഏത് തൊഴിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ ഒരുപക്ഷേ ഒരു ജനവിഭാഗത്തിന്റെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ അവർക്ക് ഇന്നാലിന്ന തൊഴിലെടുക്കാൻ പാടില്ല, ആ ഭക്ഷണം കഴിക്കാം, ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ആ സ്ഥലത്തേക്ക് പോകാം, ഈ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, അവിടെ താമസിക്കാം, ഇവിടെ താമസിക്കാൻ പാടില്ല, ആ ഭാഷ സംസാരിക്കാം, ഇത് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ ഒരുപക്ഷെ ആ ഒരു വിവേചനം ഒരുപക്ഷെ രാജ്യത്ത് നിലനിന്നിട്ടുണ്ടാവാം. പക്ഷേ അന്നൊന്നും ചരിത്രത്തിലെവിടെയും അവനവന്റെ വിശ്വാസം ഏത് സ്വീകരിക്കാൻ പാടില്ല എന്ന ഒരു മതപരമായ വിഷയത്തിലുള്ള ഒരു കാർക്കശ്യം, ഒരു നിലപാട് ഒരേകാധിപതി പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. ഒരേകാധിപതി പോലും നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. നൂറ്റാണ്ടുകളോളം ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ നാട് ഭരിച്ച ഒരു നാടാണ് ഇന്ത്യ രാജ്യം. ഇവിടെ പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ ഇവരെല്ലാം ക്രൈസ്തവ സമുദായത്തിൽ ജനിച്ചു വളർന്ന് ആ പശ്ചാത്തലത്തിൽ ജീവിക്കുകയും അവരുടെ നേതൃത്വത്തിൽ മിഷണറി പ്രവർത്തനമടക്കം നടന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അവിടെ ഏത് മതം സ്വീകരിക്കണമെന്ന് അവർക്ക് അങ്ങനെ ഒരു നിർബന്ധമായ ശാസന എടുക്കാനും ഇവിടുത്തെ ഒരു മുസ്ലിം അവൻ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള അവകാശമുള്ളതുപോലെ തന്നെ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും മതപരമായ സ്വാതന്ത്ര്യം ആ ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ഭരണാധികാരികൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ ധാരാളം മുസ്ലിം രാജവംശങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. ഖിൽജി വംശം, ലോധി വംശം, മുഗൾ രാജവംശം, തുഗ്ലക്ക് വംശം, ഒരുപാട് മുസ്ലിം രാജവംശങ്ങൾ ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ നീണ്ടുനിന്ന ദീർഘമായ മുഗൾ രാജവംശത്തിന്റെ പാരമ്പര്യം. അക്ബർ ചക്രവർത്തി പോലും മതനിയമങ്ങളിൽ ചില വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുത്തിയപ്പോ മറ്റു മതസമുദായങ്ങളുടെ നിയമങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ഭേദഗതി വരുത്താനോ അദ്ദേഹം പോലും തന്റെ ഇടം കാണിച്ചിട്ടില്ല. അക്ബർ ചക്രവർത്തി നടത്തിയിട്ടുള്ള മതപരിഷ്കരണത്തെ ന്യായീകരിക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന അക്ബർ ചക്രവർത്തി പോലും മതപരിഷ്കരണത്തിനു വേണ്ടി തയ്യാറായപ്പോ അദ്ദേഹം എല്ലാ മതത്തിലെയും സത്യമെന്ന് തോന്നുന്ന, നന്മയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ സ്വാംശീകരിച്ചു എന്നല്ലാതെ മറ്റു മതവിഭാഗങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടില്ല. ഈ രാജ്യത്തെ ക്രൈസ്തവ ഭരണാധികാരികൾ ഭരണം നടത്തിയ കാലത്ത് മതസ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല. മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയ കാലത്ത് മതസ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല. ഇവിടെ ഹിന്ദു രാജാക്കന്മാർ നൂറ്റാണ്ടുകളോളം ഭരണം നടത്തിയ നാടാണ്. ഇവിടെ സാമൂതിരി രാജവംശത്തിന്റെ കാലത്താണ് നമ്മുടെ നാട്ടിൽ, ഈ നാടുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാമൂതിരി നാട് ഭരിച്ചിരുന്ന കാലത്താണ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യം വകവെച്ച് നൽകി. എത്രത്തോളം ഇവിടെ സാമൂതിരി രാജാവ് നാട്ടിലേക്ക് പ്രജകളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ആ സാമൂതിരിയെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് തങ്ങളുടെ അംഗരക്ഷകർ പല്ലക്കിൽ ചുമന്നുകൊണ്ട് നാട് കാണാൻ വേണ്ടി പ്രജകളുടെ ആവശ്യങ്ങളും അവരുടെ ആവലാതികളും കേൾക്കാൻ വേണ്ടി പോകുമ്പോ സാമൂതിരി രാജാവിന്റെ നിർബന്ധമായ ഒരു നിയമമായിരുന്നു, കണിശമായ വ്യവസ്ഥയായിരുന്നു ആ സാമൂതിരി രാജാവിന്റെ പല്ലക്കിൽ യാത്ര ചെയ്യുന്നത് 4 അംഗങ്ങൾക്കിടയിൽ 1 അവിടുത്തെ മുസ്ലിങ്ങൾ ആദരിക്കുന്ന അവരുടെ കാളിയായിരിക്കണമെന്നത് സാമൂതിരി രാജവംശത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു. സാമൂതിരി നാട് ഭരിച്ചിരുന്ന കാലം ആ സാമൂതിരി നാട്ടുകാരുടെ ആവശ്യങ്ങളും ആവലാതികളും കേൾക്കാൻ വേണ്ടി, ജനങ്ങൾക്കിടയിൽ സമ്പർക്കം പുലർത്താൻ വേണ്ടി, ജനങ്ങളുമായി സഹവസിക്കാൻ വേണ്ടി പോകുമ്പോ ആ യാത്രാ സംഘത്തിൽ മുസ്ലിങ്ങളുടെ കാളി ഉണ്ടാകണമെന്നത് സാമൂതിരി വെച്ച ഡിമാൻഡായിരുന്നു, അദ്ദേഹത്തിന്റെ നിയമമായിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയൊരു നാട് നമുക്കറിയാം. ഇന്നും അറക്കൽ രാജവംശം എന്ന് പറയുന്ന രാജവംശം നമ്മുടെ നാട്ടിലുണ്ട്. ആ രാജവംശം നാമമാത്രമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. എങ്കിൽ പോലും അതിന്റെ ശേഷിപ്പുകൾ എന്ന അടിസ്ഥാനത്തിൽ ഇന്നും ആ കുടുംബത്തിൽ അതിന്റെ പാരമ്പര്യം നിലനിർത്തിപ്പോരുന്നു. കണ്ണൂരിലെ അറക്കൽ രാജവംശം. എങ്ങനെയാണ് അറക്കൽ രാജവംശം ഉണ്ടായത്? എങ്ങനെയാണ് അറക്കൽ രാജവംശത്തിന്റെ ചരിത്ര പശ്ചാത്തലം? എന്താണ് അതിന്റെ ഉൽപ്പത്തി? ഇവിടെ ചേരമാൻ പെരുമാൾ രാജകുടുംബത്തിൽപ്പെട്ട, ആ പെരുമാൾ കുടുംബത്തിൽപ്പെട്ട, ഹൈന്ദവ സമൂഹത്തിലെ പെരുമാൾ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു ദിവസം കുളിക്കാൻ പോകുന്ന സമയം
കുളിക്കാൻ പോകുന്ന സമയം വളരെ പെട്ടെന്ന് ആ കുളിക്കാൻ പോകുന്ന സമയത്ത് കുളത്തിലേക്ക് തെന്നി വീണു. ഈ രാജകുടുംബത്തിൽപ്പെട്ട ഒരു യുവതി കുളത്തിലേക്ക് തെന്നി വീണത് മറ്റാരും കണ്ടില്ല. യാദൃശ്ചികമായി ആ വഴിയെ സഞ്ചരിച്ച മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളാണ് ഈ രാജകുടുംബത്തിൽപ്പെട്ട ഈ രാജകുമാരി കുളത്തിലേക്ക് തെന്നി വീണത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ ഓടിച്ചെന്നുകൊണ്ട് തന്റെ വസ്ത്രം ഈ സഹോദരി ഉടുപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചു എന്നത് ശരി. പക്ഷേ അന്ന് അവിടുത്തെ ജാതി വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് അന്യ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ രാജകുമാരിയെ സ്പർശിച്ചു കഴിഞ്ഞാൽ ജാതിയിൽ ഭ്രഷ്ടാക്കപ്പെടും. ജാതിയിൽ ഭ്രഷ്ട് സംഭവിച്ചു, ജാതിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ കുടുംബത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. ഒന്നുകിൽ നാട് വിട്ടുപോകണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. മറ്റൊരു വഴിയില്ല. ആ ജാതി വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് മറ്റൊരു വഴിയില്ല. രാജകുടുംബാംഗമായ ഒരു സഹോദരിയെ ജീവൻ രക്ഷിച്ചു എന്നതിന്റെ പേരിലല്ല പ്രശ്നം. ആ സഹോദരിയുടെ ശരീരത്തിൽ ഒരു അന്യ സമുദായത്തിൽപ്പെട്ടവൻ സ്പർശിച്ചു എന്ന കാരണത്താൽ ആ സ്ത്രീ അശുദ്ധമായി എന്ന കാരണം കൊണ്ട് തന്നെ ആ സ്ത്രീയെ ജാതിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചപ്പോഴാണ് അവസാനം തങ്ങളുടെ രാജകുടുംബാംഗമായ ആ സ്ത്രീയെ സംരക്ഷിക്കാനും ആ സ്ത്രീയുടെ പുനരധിവാസവും തങ്ങളുടെ കൂടി കടമയാണ് എന്ന് മനസ്സിലാക്കിയ ആ പെരുമാൾ രാജകുടുംബം അവസാനം കണ്ടെത്തിയത് ഈ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ഇനി മറ്റു വഴികളില്ല, അവൾ ഇസ്ലാം മതം സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീക്ക് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ആ രാജകുടുംബം ഏകകണ്ഠമായി തീരുമാനിച്ചുകൊണ്ട് അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. ഈ രാജകുമാരി പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു. ആ രാജകുമാരിക്ക് ആവശ്യമായ ഭൂസ്വത്തുക്കൾ നൽകി. ആ ഭൂസ്വത്തുക്കൾ അനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ആ വിഭാഗമാണ് ഇന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്ന അറക്കൽ കുടുംബം എന്ന് പറയുന്ന. ഇന്നും കണ്ണൂരിൽ പോയാൽ അറക്കൽ ബീവിയെ കാണാം. ആ രാജകുമാരിയോടുള്ള ബഹുമാന സൂചകമായി ഇന്നും രാജകുടുംബത്തിന്റെ, ഇന്നും അറക്കൽ വംശത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നത്, ആ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരു വനിതയാണ്. ആ കുടുംബത്തിൽ ആണുങ്ങൾ മരിച്ചുപോയതുകൊണ്ടല്ല, ആ കുടുംബത്തിൽ ആ കുടുംബനാഥനായിട്ടൊരു പുരുഷനെ തെരഞ്ഞെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ആ രാജകുമാരിയോടുള്ള സ്നേഹബഹുമാനങ്ങളാൽ നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി ഇന്നും അറക്കൽ രാജവംശത്തിന്റെ ആ രാജവംശത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളെ പറയുന്ന പേര് അറക്കൽ ബീവി എന്നാണ്. ആ നാട്ടിൽ കാളി മാസം അർപ്പിച്ചാലും ആ കുടുംബത്തിൽ പെരുന്നാൾ നോമ്പും കഴിക്കണമെങ്കിൽ സാങ്കേതികമായി മതവിധികൾക്കപ്പുറം പാരമ്പര്യമായി ഒരു ആചാരമായി അറക്കൽ ബീവി പെരുന്നാൾ അർപ്പിച്ചാലേ ആ കുടുംബത്തിൽ പെരുന്നാൾ ആഘോഷിക്കൂ. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ആലോചിക്കണം. ഇവിടെ ജാതിയുടെയും ഉപജാതിയുടെയും വൃത്തികെട്ട സംസ്കാരങ്ങളുടെയും പേരിൽ വീർപ്പുമുട്ടിയ ഒരു കാലത്ത് അവസാനം വിമോചനത്തിന്റെ വഴിയായി തെരഞ്ഞെടുക്കാൻ വേണ്ടി ഇവിടുത്തെ രാജകുടുംബങ്ങളെ പോലും പ്രേരിപ്പിച്ചത് പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കാനാണ് എന്നത് ഈ ചരിത്രം ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. ഫൈസലിനെ പോലെയുള്ള, യാസറിനെ പോലെയുള്ള, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ എന്റെ വിമോചനത്തിന്റെ വഴി പരിശുദ്ധ ഇസ്ലാമാണെന്ന് കണ്ടെത്തുന്നതിന്റെ പേരിൽ അവന്റെ സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിക പ്രബോധനം വഴിമുട്ടിപ്പോകുമെന്ന് ആരെങ്കിലും ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, സാക്ഷാൽ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണെങ്കിൽ പോലും അള്ളാഹു ഒരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഹിദായത്തിന്റെ വെളിച്ചം ഊതിക്കെടുത്താൻ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് സാധ്യമല്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കണം. ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതോ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കുന്നതോ ഇതൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഇവിടുത്തെ മതപണ്ഡിതന്മാർ തീരുമാനിക്കുന്നതല്ല. ഇത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആ തീരുമാനത്തിന്റെ വിധിയിൽപ്പെട്ടതുമല്ല. അതിനേക്കാൾ അപ്പുറം ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ, ആ മനുഷ്യന് ഹിദായത്തിന്റെ വെളിച്ചം പകരണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഇടപെടാൻ ഏത് ഭരണാധികാരി എത്ര ഏകാധിപതിയായി വന്നാലും, RSSകാരൻ എത്ര വാള് മൂർച്ച കൂട്ടിയാലും ഇതൊന്നും തടസ്സപ്പെടുത്താൻ കഴിയുന്ന സംഗതിയല്ല. എത്ര ആളെ കൊന്നു എന്നിട്ട് ആരെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വരുന്ന മാറ്റിവെച്ചോ? കേരളത്തിലെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, അമേരിക്ക, ട്രംപ് ഉൾപ്പെടെ ഇന്ന് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലെത്തിയിട്ടുള്ള അമേരിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്.
ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ തച്ചു തകർക്കാനും അവരുടെ പ്രബോധന സംരംഭങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഇങ്ങനെ ചില ദിവാസ്വപ്നങ്ങൾ കാണുന്നു. ഇതിന് ബദലായി ഒരു പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കാതെ, ഇതിന് ബദലായി ഒരു ജീവിത പദ്ധതി അവതരിപ്പിക്കാതെ, ഇതിന് ബദലായി ഒരു നിയമസംഹിത അവതരിപ്പിക്കാതെ കൊന്നും കൊല വിളിച്ചിട്ടൊക്കെ ഒരു മതത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് ഭീതിയിൽ നിന്ന് ഉടലെടുത്തതാണ്, ഭയത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. മുസ്ലിങ്ങളുടെ ഭയമല്ല, സ്വന്തം ഭയത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അപകർഷതാബോധത്തോടുകൂടി പിന്മാറേണ്ടവരല്ല. ഇസ്ലാം ഇതാ നിരന്തരം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള സകല അവിശ്വാസികൾക്കിടയിലും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ വെള്ളി വെളിച്ചം ഈ ഒരു പ്രകമ്പനം പോലെ അതിങ്ങനെ സ്ഫുലംഗങ്ങളായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തെളിവുകളാണ് ഇതേപോലെയുള്ള സംഭവങ്ങളെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇതേപോലെയുള്ള സംഭവങ്ങളെ ആർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റെടുക്കാനും മുഖവിലെടുക്കെടുക്കാനും സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം കൊടിഞ്ഞിയിൽ പോയിരുന്നു. അവിടെ ആ കൊടിഞ്ഞിയിലെ ഫൈസലിന്റെ മയ്യത്ത് കുളിപ്പിച്ച ആ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത അവിടുത്തെ ഒരു കാരണവരുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ സാധാരണ ഒരു നല്ല മനുഷ്യന് മരണപ്പെട്ടാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന പോലെയെന്ന്. ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ നല്ല മനുഷ്യന്റെ മുഖഭാവം ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുക എന്ന് തോന്നും, മരിച്ചു കിടക്കുക എന്ന് തോന്നൂല എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. എന്നാൽ എനിക്ക് ഫൈസലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഉറങ്ങിക്കിടക്കുക എന്ന് പോലും പറയാൻ തോന്നില്ല. ഉറക്കം അഭിനയിച്ച് കിടക്കുന്ന പോലെ, ഒരു കള്ളച്ചിരി അവന്റെ മുഖത്തുള്ളത് പോലെ, ഉറക്കം അഭിനയിച്ച് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി എന്ന് ആ മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത സഹോദരൻ പറഞ്ഞു. നമുക്കാണ് അവർ മരണപ്പെട്ടു എന്ന് തോന്നുന്നത്, നമുക്കാണ് അവർ പ്രയാസപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഫൈസൽ ഏറ്റവും നല്ല ജീവിതത്തിൽ ഏറ്റവും നമ്മളെക്കാൾ വലിയ ഒരു സൗഭാഗ്യത്തിലേക്കാണ് ആ ചെറുപ്പക്കാരനെത്തിയത്. അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത, ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇനിയും നടക്കാം, പക്ഷേ അതോടുകൂടി ഇസ്ലാമിക പ്രബോധനം വഴിമുട്ടിപ്പോകുമെന്ന് ആരും വിചാരിക്കണ്ട. അത് നടക്കുന്ന സംഗതിയല്ല. കാരണം അത് ഈ ലോകത്തിന്റെ പ്രയാണമുള്ളിടത്തോളം കാലം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ഈ പ്രഭ അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അത് തടസ്സപ്പെടുത്താൻ കഴിയുന്ന സംഗതിയല്ല. ഈ മതപരമായ സ്വാതന്ത്ര്യം ഇവിടെ വകവെച്ച് നൽകാൻ ഇവിടുത്തെ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. ഇവിടെ ഫൈസലിന്റെ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു. ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ, അതും മലപ്പുറം ജില്ലയിൽ പരിശുദ്ധമായി ഇസ്ലാം സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ, ആരും ബലം പ്രയോഗിച്ചിട്ടല്ല, ആരും നിർബന്ധം ചെലുത്തിയിട്ടല്ല, ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല, ആരുടെയും പ്രലോഭനത്തിന് വഴങ്ങിയിട്ടല്ല. ഫൈസലല്ല, ഫൈസലിന്റെ മാതാവ് പറയുന്നു, ഫൈസലിന്റെ പിതാവ് പറയുന്നു, ഫൈസലിന്റെ ഭാര്യ പറയുന്നു, ഫൈസലിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നു, ഇവരെല്ലാം പറയുന്നു. ഇവിടെ ബക്കറ്റ് വരുന്നുണ്ട്, വേണ്ട പോലെ സഹകരിക്കും. ഇനി പിരിവിന്റെ ശാസ്ത്രം എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് വേണ്ട പോലെ അതിന്റെ പ്രവർത്തകരെ പ്രയാസപ്പെടുത്താതെ നിങ്ങൾ സഹകരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ഈ ഫൈസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ വലിയൊരു സന്ദേശം കൈമാറാൻ ശ്രമിക്കുന്നു. എന്താണ് സന്ദേശം? മുസ്ലിം സമുദായത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് പറയപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ പോലും ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവന് പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇസ്ലാം സ്വീകരിക്കാൻ വ്യാമോഹമുണ്ടെങ്കിൽ, മോഹമുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന ഒരു വലിയ സന്ദേശം കൈമാറാനാണ് ഇവിടെ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ ഗൗരവത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ഇരട്ട നീതിയാണ് നടപ്പിലാക്കപ്പെടുന്നത് എന്ന് ഒരു രീതിയിലേക്ക്, ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ രാജ്യത്ത് വർഗീയമായ ധ്രുവീകരണത്തിലേക്കാണ് നയിക്കുക. നമ്മുടെ നാടിനെ വർഗീയമായ ധ്രുവീകരണത്തിലേക്കാണ് നയിക്കുക. ഈ രാജ്യത്ത് ഇതേപോലെയുള്ള പല അപകടങ്ങൾ വരും, പല പ്രയാസങ്ങൾ വരുമ്പോഴും ആ പ്രയാസങ്ങളെ, മുസ്ലിം സമുദായത്തിന്റെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ച് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ പ്രതിസന്ധിയിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴൊക്കെ ഇവിടെ സമസ്തയും ഇവിടുത്തെ മുഖ്യധാരാ സംഘടനകളും ഒക്കെ ശ്രമിച്ചത് എന്താണ്? പ്രയാസമുണ്ട്, ശരിയാണ്, പ്രതിസന്ധിയുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി തീവ്രവാദമല്ല, സായുധമായ പോരാട്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കാനാണ് ഈ സമുദായത്തെ പ്രേരിപ്പിച്ചത്.
വിശ്വാസമർപ്പിക്കാനാ പ്രേരിപ്പിച്ചത്. ഏതായാലും കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോയിട്ടുണ്ട്. ഇനി നമ്മുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല, അതുകൊണ്ട് ഇനി കിട്ടുന്ന വഴി സ്വീകരിക്കാം എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് ഒരിക്കലും ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ മുന്നോട്ട് വന്നിട്ടില്ല, മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വന്നിട്ടില്ല, സമസ്ത മുന്നോട്ട് വന്നിട്ടില്ല. കാരണം എന്താണ്? അവസാനം വരെ ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. കാരണം ഇവിടെ തീവ്രവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക്, സായുധമായ സംഘർഷത്തിലേക്ക് അടിച്ചുവിട്ട് കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ വർഗീയ ശക്തികൾ ആഗ്രഹിക്കുന്നത്, അതാണ് BJP ആഗ്രഹിക്കുന്നത്, അതാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, അതാണ് ഇവിടെ ഭരണകൂട ഭീകരത സ്പോൺസർ ചെയ്യുന്ന ആളുകൾ ആഗ്രഹിക്കുന്നത്. ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവണം. അത് മതപരിവർത്തനത്തിന്റെ പേരിലായാലും മറ്റെന്തെങ്കിലും പേരിലാണെങ്കിലും ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളുണ്ടായി, വർഗീയമായ ധ്രുവീകരണമുണ്ടായി, ഇവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു വേർതിരിവുണ്ടായി, ഇവിടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾ കൊയ്തെടുക്കാമെന്നാണ് ഇവരാഗ്രഹിക്കുന്നത്. ഫൈസലിന്റെ വധമാണെങ്കിലും, അതേപോലെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിവാദമാണെങ്കിലും, ഏക സിവിൽ കോഡ് വിവാദമാണെങ്കിലും, ഏതാണെങ്കിലും ഇവിടെ ഹിന്ദു മുസ്ലിംകൾക്കിടയിലുള്ള മൈത്രി ബന്ധം തകർത്തുകൊണ്ട് ഇവർക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ, ഇവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ ഭരണാധികാരികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികളുടെ ആവശ്യം ഇതാണ്, അവരുടെ ലക്ഷ്യം ഇതാണ്, അവരുടെ രീതി അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇത്തരത്തിലുള്ള നിരാശയെ ചൂഷണം ചെയ്യാനും അത് തീവ്രവാദത്തിലേക്ക് നിർമ്മ ചെറുപ്പക്കാരന്റെ ആ കത്തിയാളുന്ന മനസ്സിനെ അപകടകരമായ വിനാശകരമായ വഴിയിലേക്ക് തിരിച്ചുവിടാനും ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ആളുകളെ മുസ്ലിം സമുദായം വളരെ ജാഗ്രതയോടുകൂടി കാണണം. ഇവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പരിഹരിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ വ്യവസ്ഥാപിതമായ മാർഗങ്ങളെ അതിലംഘിച്ചുകൊണ്ടുള്ളൊരു വഴി ഇന്ത്യയിലെ മുസ്ലിം സ്വീകരിച്ചുകൂടാ. നാം ഈ ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഭരണഘടന നൽകുന്ന അവകാശാധികാരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന, മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടായാൽ പോലും ഈ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് മുസ്ലിം സമുദായം മുന്നോട്ട് പോകാൻ പാടില്ല. അത്തരം തീവ്രവാദ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകളെ വളരെ ഗൗരവത്തോടുകൂടി ഈ സമുദായം ഇനിയും സമീപിക്കണമെന്നാണ് ഈ ഫൈസലിന്റെ വധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും നമുക്ക് പറയാനുള്ളത്. ഈ സംഘടനയും ഈ സമുദായവും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നത് ആവശ്യമായ രീതിയിൽ തിരിച്ചറിയാൻ ഭരണാധികാരികൾക്കും സാധിക്കണം. ഫൈസലിന്റെ കൊലപാതകത്തിന് ശേഷം ആ സ്കൂൾ ഗ്രൗണ്ടിൽ മയ്യത്ത് വെച്ച് ആയിരക്കണക്കിന് ആളുകൾ ജനാസ സന്ദർശിച്ചു. അങ്ങനെ ആ മയ്യത്ത് കബറിടത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജനാസ എടുത്തു. സാധാരണ ഒരു മഹലിൽ ഒരു സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ മയ്യത്തും കെട്ടിൽ കൊണ്ടുപോകുന്നവരും കുളിപ്പിക്കുന്നവരും അങ്ങനത്തെ ഒരു നാട്ടിൽ സ്ഥിരം ഒരു ടീമുണ്ടാവും. അവരത് ഭംഗിയായിട്ട് പൂർത്തിയാക്കും. അതേപോലെ ഫൈസലിന്റെ മയ്യത്ത് ഭംഗിയായിട്ട് കുളിപ്പിച്ചു, ജനാസ കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും കാണേണ്ട പോലെ കണ്ടു. മയ്യത്ത് കഫൻ ചെയ്ത് അങ്ങനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവാണ്. ആ നാട്ടിലെ ആളുകൾ തന്നെ അങ്ങനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ ഏതാനും വാര പിന്നിട്ടപ്പോഴേക്കും മയ്യത്തും കെട്ടിൽ 5-8 ആൾ വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി. ജനാസ ഈ മയ്യത്ത് കെട്ടിൽ തട്ടിക്കൊണ്ടുപോയിട്ട് തെക്കുബീർ വിളിച്ചുകൊണ്ട് ഈ മയ്യത്ത് കെട്ടിലുമായിട്ട് ജനാസയുമായിട്ട് തെക്കുബീർ വിളിച്ചുകൊണ്ട് അവിടെ വേറെ ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ. അപ്പൊ ചോദ്യം ചെയ്ത് നോക്കും, എന്താ സംഭവം എന്ന് അന്വേഷിച്ച് നോക്കുമ്പോ ഇത് ഷഹീദായ ആൾക്കാരെ ഫലസ്തീനിലും ഇറാനിലൊക്കെ എങ്ങനെ കൊണ്ടുപോകലെന്ന്. അപ്പോഴേക്ക് ഈ ടീം അവിടെ എത്തി, അപ്പോഴേക്ക് ഇവരവിടെ എത്തി. അതിനെ തീവ്രവാദത്തിന്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ മറ്റു സമൂഹങ്ങൾക്കിടയിൽ ഈ നിസ്വാർത്ഥനായി സ്വയം ബോധ്യത്തോടെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നുവന്ന് ആ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്ന ആ സഹോദരന്റെ ആ ജീവിതത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് സ്വന്തം ഭാര്യയും മക്കളും പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. തന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഫൈസലിന്റെ ആ വിശുദ്ധമായ ജീവിതത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് ഫൈസലിനെ കുറിച്ച് നല്ലതേ അവർക്ക് പറയാനുള്ളൂ. അങ്ങനെയുള്ള സംശുദ്ധമായ ജീവിതം നയിക്കുന്ന ഒരു ഫൈസലിനെയും കുടുംബത്തെയും പിന്നെ പൊതുസമൂഹത്തിൽ അപമാനിച്ച് ഇവനൊക്കെ നമ്മുടെ ആളാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഫൈസലിന്റെ പ്രതികളെയും ഘാതകരെയും പിടികൂടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന അധികാരികളെ പുറകോട്ട് വലിക്കുന്ന നിലപാടാണ് ഇത്തരത്തിലുള്ള NDF-ന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദികൾ ആ ജനാസയുമായിട്ട് പോലും അവിടെ ശ്രമം നടത്തിയത്.
ഇതിനെ ഒരു സംഘടനാ വിരോധമായിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഇതേപോലെയുള്ള ഘട്ടങ്ങളിൽ തീവ്രവാദ സംഘടനകൾ മുതലെടുപ്പ് നടത്തിയിട്ട് ഇത്തരത്തിൽ ഇവിടെ വർഗീയവാദികൾക്ക്, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക്, ഭരണകൂട ഭീകരതയ്ക്ക് പോലും അവസരമുണ്ടാക്കി കൊടുക്കുന്ന വൃത്തികെട്ട സമീപനങ്ങൾ ഈ മയ്യത്തിനോട് പോലും നിർവഹിച്ചു എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാനാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അങ്ങനെ ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ആ നിയമവ്യവസ്ഥയിൽ നിന്ന് ലഭ്യമാകേണ്ട അവകാശങ്ങൾ കിട്ടണം. ഫൈസലിന്റെ പ്രതികളെ പിടികൂടിയെന്ന് പത്രത്തിൽ കണ്ടു. അത് ഗൂഢാലോചനയിൽ പങ്കാളികളായ ആളുകൾ മാത്രമാണ്. ആ കൃത്യം നിർവഹിച്ച ആളുകളെ, ഫൈസലിന്റെ വയറ്റത്ത് വാളുകൊണ്ട് വെട്ടിയ പ്രതികൾ ഉൾപ്പെടെയുള്ള ആ പ്രതികളെ മുഴുവനും പിടികൂടണം. പിടികൂടിയിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് സമാധാനപരമായി ഒരു വിശ്വാസി സമൂഹം അവന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് SKSF തന്നെ നേതൃത്വം കൊടുക്കും. അതിലൊന്നും യാതൊരു സംശയവും വേണ്ട. പക്ഷേ എടുത്തു ചാടാനോ നിയമത്തെ അതിലംഘിക്കാനോ ഇവിടുത്തെ സമാധാനം കെടുത്താനോ അതിന്റെ മറവിൽ ഇവിടുത്തെ മതമൈത്രി തകർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആവശ്യമായ വെള്ളവും കൊടുക്കാനോ നമ്മളെ കിട്ടില്ല. ബുദ്ധിപരമായി വിവേകത്തോടുകൂടി മതസ്വാതന്ത്ര്യവും അവകാശവും സംരക്ഷിക്കാൻ ആവശ്യമായ വഴികളാണ് സമസ്തയും അതിന്റെ പോഷക സംഘടനകൾ സ്വീകരിക്കുക. അതിൽ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ സമാധാന ഭംഗം വരുത്തി അതിൽ തീവ്രവാദ സംഘടനകൾ വളർത്താൻ വേണ്ടിയിട്ട് ആ ആവേശത്തിൽ മൂർച്ച കൂട്ടിയിട്ട് 4 പ്രവർത്തകരെ ഞങ്ങൾക്ക് കിട്ടാൻ കഴിയുമോ എന്ന ആ സംഘടനാപരമായ ദുഷ്ടലാക്കോടുകൂടി ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ബാധ്യത കൂടി ഈ സംഘടനക്കുണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം അടിസ്ഥാനപരമായി ഇവിടുത്തെ മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. നമ്മൾ ആലോചിക്കണം, ഫൈസലിന്റെ വധത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പ്രതികരിച്ചത്, മുസ്ലിം സംഘടനകൾ മാത്രമല്ല പ്രതികരിച്ചത്. ഇവിടുത്തെ ധാരാളം സാംസ്കാരിക നായകന്മാർ, അവിശ്വാസികളായ അമുസ്ലിങ്ങളായ ആളുകളൊക്കെ പ്രതികരിച്ചു. മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ ഒരു മനുഷ്യന് അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഈ വൃത്തികെട്ട ആഭാസങ്ങളെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് ആർജവത്തോടുകൂടി പറയാൻ ഇവിടുത്തെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ സമുദായത്തോട് കൂടെ നിന്നുകൊണ്ട് സംസാരിക്കാനുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ രാജ്യത്ത്, ഇന്ത്യയിൽ, കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ ഹിന്ദു മുസ്ലിമും എങ്ങനെ ജീവിച്ചു എന്ന് അവർ നന്നായിട്ട് അറിയുന്നവരാണ്. ആ സാമുദായിക സൗഹാർദ്ദത്തെ തകർത്ത് കളയാൻ ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ മുസ്ലിം സമുദായത്തിനകത്താണെങ്കിലും മറ്റു സമുദായങ്ങൾക്കകത്താണെങ്കിലും ഈ സാമുദായിക സൗഹാർദ്ദം തകർത്ത് ഇവിടെ വർഗീയമായ തീവ്രവാദപരമായിട്ടുള്ള ശ്രമങ്ങളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇവിടെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയമായ നേട്ടം കൊയ്തെടുക്കുക എന്ന് പറയുന്ന ഈ ശത്രുക്കളുടെ അജണ്ട ഒരിക്കലും വിജയിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. അത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്, അമുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഈ രാജ്യത്തിന്റെയും നാടിന്റെയും പാരമ്പര്യവും പൈതൃകവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇതേപോലെ തന്നെയാണ് ഏക സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് ഉന്നയിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, ഏക സിവിൽ കോഡൊന്നും ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നില്ല. ഏക സിവിൽ കോഡ് ഇന്ത്യ രാജ്യത്ത് പ്രായോഗികമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരൊറ്റ മുസ്ലിം വ്യക്തി നിയമം. ആ മുസ്ലിം വ്യക്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി ആ മുസ്ലിം വ്യക്തി നിയമത്തിലോ അവിടെ വിവാഹമോചനം, സ്വത്തവകാശം, ബഹുഭാര്യത്വം, അതേപോലെ വഖഫ്, ട്രസ്റ്റ്, ദാനം പോലെയുള്ള ഒരു 10-12 കാര്യങ്ങൾ, അതോ ജീവിതത്തിൽ അപൂർവമായി നടക്കുന്ന എന്നാൽ സുപ്രധാനമായിട്ടുള്ള ചില വ്യക്തി നിയമങ്ങളാണ്. ആ വ്യക്തി നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നതിനേക്കാളപ്പുറം ഇവിടുത്തെ ഭരണഘടനാപരമായി മുസ്ലിങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. ഇന്ത്യ രാജ്യത്തെ ക്രിമിനൽ നിയമം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒന്നാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ ക്രിമിനൽ നിയമമാണ്. ഇവിടെ ഒരാള് മറ്റൊരാളെ വധിച്ചു, നാളെ പോലീസ് സ്റ്റേഷനിലെത്തി, കോടതിയിലെത്തി. ആ വധിച്ചവനാര്, വധിക്കപ്പെട്ടവനാണ്, അവന്റെ മതം നോക്കിയിട്ടല്ല ജഡ്ജി വിധി പറയുന്നത്. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒരേ ക്രിമിനൽ നിയമമാണ്. ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരേ സിവിൽ നിയമമാണ്. വ്യക്തി നിയമം ഒഴികെ. ഒരാൾ മറ്റൊരാളുടെ സ്ഥലം കയ്യേറി, ആ സ്ഥലം കയ്യേറിക്കഴിഞ്ഞാൽ ആ സ്ഥലം കയ്യേറിയവന്റെ മതമേത് എന്ന് നോക്കിയിട്ടല്ല കോടതി തീരുമാനമെടുക്കേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ കേസ് ചാർജ് ചെയ്യേണ്ടത്. ഏത് മതക്കാരനാണെങ്കിലും ഒരേ സിവിൽ നിയമമാണ്. പക്ഷേ ആ സിവിൽ നിയമങ്ങളിൽ അതിന് ബാധകമല്ലാത്ത ഏതാനും ചില വ്യക്തി നിയമങ്ങളുണ്ട്. ആ വ്യക്തി നിയമങ്ങളെ കൊണ്ട്, മുസ്ലിം വ്യക്തി നിയമങ്ങളെ കൊണ്ട് ഇവിടുത്തെ മറ്റൊരു സമുദായത്തിനൊരു പ്രയാസമില്ല.
ഹിന്ദു വ്യക്തി നിയമം കൊണ്ട് മറ്റു സമുദായങ്ങൾക്കും പ്രയാസമില്ല, ക്രിസ്ത്യൻ വ്യക്തി നിയമങ്ങൾ കൊണ്ട് മറ്റു സമുദായങ്ങൾക്ക് പ്രയാസമില്ല. ആ വ്യക്തി നിയമം തന്നെയോ ആ സമുദായത്തിൽപ്പെട്ട ആ പൗരന് ആ വ്യക്തി നിയമം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിവാഹം കഴിക്കണമെന്ന് മതശാസ്ത്രയില്ല. കാരണം എന്താണ്? അവൻ ആ മതത്തിലും ദീനിലും വിശ്വാസം ഉണ്ടെങ്കിൽ മതി. നീ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ്, അവൻ പറയാണ് എനിക്ക് ഈ നിക്കാഹിലും ഈ തൊലാക്കിലും ഈ ശരീഅത്തിന് നിയമത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല, ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കുകയാണ്. ആയിക്കൊള്ളട്ടെ, ആർക്കും പരാതിയില്ലല്ലോ. ഈ ദീനിൽ വിശ്വാസവും എനിക്ക് എന്റെ വിശ്വാസവും മതനിയമവും അനുസരിച്ചുകൊണ്ട് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവന് മാത്രം ബാധകമായ സംഗതിയാണ്. അപ്പൊ ഒരു പൗരന് ഈ രാജ്യത്ത് ഏത് വ്യക്തി നിയമം ഉപയോഗിക്കപ്പെടണം എന്നത് അവന്റെ ചോയ്സാണ്, അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അവന്റെ മൗലികമായ അവകാശമാണ്. ആ അവകാശം വകവെച്ചു കൊടുത്തതുകൊണ്ട് ഇവിടെ എന്ത് ദേശീയോദ്ഗ്രഥത്തിന് തടസ്സമാണ് ഉണ്ടാകുന്നത്? ഈ രാജ്യത്തിന്റെ ഏത് ഐക്യത്തിനാണ് വിള്ളലുണ്ടാകുന്നത്? ഈ രാജ്യത്തിന്റെ ഏത് അഖണ്ഡതക്കാണ് വിള്ളലുണ്ടാകുന്നത്? ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇനി ഇതെല്ലാം ഒഴിച്ചു മാറ്റിയിട്ട് എല്ലാ വ്യക്തി നിയമങ്ങളും ഒഴിവാക്കിയിട്ട് ഇവിടെ ഒരു ഏകീകൃത സിവിൽ കോഡ് വേണം എന്നാണല്ലോ വാദം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി നിയമത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ മറ്റു സമുദായങ്ങളിലോ, പ്രത്യേകിച്ച് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽ 6400-ലധികം ജാതികളുണ്ട്. 6400-ലധികം ജാതികൾ. ഈ 6400-ലധികം ജാതികൾ അവരുടെ വ്യക്തി നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ 300 മുതൽ 400 വരെ വ്യക്തി നിയമങ്ങൾ അവർക്കുണ്ട്. 300 മുതൽ 400 വരെ വ്യക്തി നിയമങ്ങൾ. 6400 ജാതികളുണ്ടെങ്കിൽ അവർക്ക് 6400 രീതിയിലാണ് കല്യാണം, 6400 രീതിയിലാണ് സ്വത്തവകാശം, 6400 രീതിയിലാണ് അവിടെ വിവാഹമോചനം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും. ഓരോരുത്തർക്കും ഓരോ ആചാരങ്ങൾ, ഓരോ ഗോത്ര നിയമങ്ങൾ, ഓരോ പ്രാദേശിക തീരുമാനങ്ങൾ. എന്തിനധികം പറയണം, ഈ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹരിയാനയിൽ പോലും ഖാപ്പ് പഞ്ചായത്തുകളുണ്ട്. ഖാപ്പ് പഞ്ചായത്ത്, ഈ ഖാപ്പ് പഞ്ചായത്തുകൾ നിയമത്തിനൊക്കെ അതീതമാണ്. ആ ഖാപ്പ് പഞ്ചായത്തിന് മൂപ്പൻ ഉണ്ടാകും. ആ മൂപ്പൻ കൂടി മൂപ്പൻ അവസാനമായി തീരുമാനം പറയുന്നതാണ് അവിടുത്തെ നിയമം. അവർക്ക് ഭരണഘടന പോലും ബാധകമല്ല. ഇവിടെ വലിയ ഏക സിവിൽ കോഡ് പറയുന്ന ഈ BJPയും സംഘപരിവാറുമാണ് ഈ ഖാപ്പ് പഞ്ചായത്തുകളുടെ സംരക്ഷകർ. ഈ ഖാപ്പ് പഞ്ചായത്തുകളുടെ സംരക്ഷകർ ഈ സംഘപരിവാറിന്റെ ആളുകളാണ്. ആ ഖാപ്പ് പഞ്ചായത്തിൽ ഒരിക്കൽ പത്രവാർത്തയുണ്ടായിരുന്നു, അവിടെ പരാതി വന്നു. ഒരു സഹോദരൻ ഖാപ്പ് പഞ്ചായത്തിൽ വന്നിട്ട് അവിടുത്തെ ആ നാട്ടുകോടതിയിൽ ഒരു പരാതി ബോധിപ്പിച്ചു. എന്റെ ഭാര്യയെ ഇന്നാലിന്നയാൾ ബലാത്സംഗം ചെയ്തു, എന്റെ ഭാര്യ ഇന്നാലിനയാൾ ബലാത്സംഗം ചെയ്തു. ഖാപ്പ് പഞ്ചായത്തിന്റെ കോടതിയിൽ നാട്ടുമൂപ്പന്റെ മുമ്പിൽ പോയിട്ട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞപ്പോൾ രണ്ടുപേരെയും വിളിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് ഉറപ്പാക്കി. അങ്ങനെ ബലാത്സംഗം ചെയ്തു എന്ന് പരാതി പറഞ്ഞ ഈ ഭർത്താവിനോട് ഖാപ്പ് പഞ്ചായത്ത് വിധിച്ചെന്താണെന്നറിയോ? നീ അവന്റെ ഭാര്യയെ പോയിട്ട് തിരിച്ചു ബലാത്സംഗം ചെയ്തോ. ഇതാ കോടതി വിധി. ഈ ഖാപ്പ് പഞ്ചായത്തിന് ഹരിയാന സംസ്ഥാനത്ത് സംരക്ഷിക്കുന്നത് BJPയും സംഘപരിവാറുമാണ്. ഈ ഖാപ്പ് പഞ്ചായത്തുകളുള്ള ഗോത്രവർഗങ്ങളുള്ള വിവിധ ഭാഷകളും സംസ്കാരങ്ങളും പ്രാദേശികമായി ജാതികളും ഉപജാതികളുമായിട്ട് ആയിരക്കണക്കിന് നിയമങ്ങളും വ്യക്തി നിയമങ്ങളും തീരുമാനങ്ങളും വിവാഹ രീതികളും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്ന് നമ്മളെക്കാൾ അറിയുന്ന ആളാണ് സാക്ഷാൽ നരേന്ദ്രമോദി. പക്ഷെ നരേന്ദ്രമോദിയുടെ താല്പര്യം എന്താണ്? അടുത്ത വർഷം UPയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇവിടെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദമുണ്ടാക്കി മുത്തലാഖ് എന്ന് പറയുന്ന വലിയൊരു ഭീമാകാരമായൊരു അബദ്ധം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകളൊക്കെ വലിയ കഷ്ടപ്പാടിലാണ്, വലിയ പ്രയാസത്തിലാണ്. മുത്തലാഖ് എന്ന് പറയുന്നത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അധർമ്മമാണ് എന്ന് വരുത്തി തീർക്കലാണ് പ്രധാനം. ലോ കമ്മീഷന്റെ ചോദ്യാവലിയിലും പ്രധാനം മുത്തലാഖിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പരിശോധന നടത്തി അവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ട ആളുകൾ ഒരു മുത്തലാഖ് മാത്രം താങ്ങിപ്പിടിച്ചുകൊണ്ടുവരാൻ കാരണം എന്താ? ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ മുത്തലാഖ് എന്ന് പറയുന്ന വലിയൊരു അപകടകരമായ അനാചാരം നിലനിൽക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. മുത്തലാഖ് പോയിട്ട് ഒരു തലാഖ് തന്നെ ഒരു നാട്ടിൽ എത്ര നടക്കുന്നത്? ഒരു തലാഖ്. നമ്മളൊക്കെ ഇപ്പൊ ഓരോ മഹലിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മുടെ മഹലിൽ ഒരു തലാഖ് നടക്കുന്ന എത്ര ഉണ്ട്? അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന സംഗതിയാണ്. ഇനി മുത്തലാഖ് നടക്കുന്ന പരിശോധിച്ചാലോ 10,000-1 പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാവാം. ഇതൊക്കെ ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വ്യാപകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ 2 ലക്ഷ്യമാണ് നരേന്ദ്രമോദി കാണുന്നത്. 2 ലക്ഷ്യം. ഒന്ന്, ഈ മുത്തലാഖ് സംബന്ധിച്ചിട്ട്
മദ്ഹബിന്റെ എല്ലാ ഇമാമിയങ്ങളും ഏകകണ്ഠമാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ചില ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഇതിൽ ചില വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പൊ മുത്തലാഖ് വിവാദം മുസ്ലിം സമുദായത്തിനിടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന്, മുസ്ലിം സമുദായത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. രണ്ട്, മുത്തലാഖ് പോലെയുള്ള എന്തോ ഒരു അബദ്ധം മുസ്ലിങ്ങൾക്കിടയിൽ വലിയ അനാചാരമായിട്ട് നിലനിൽക്കുന്നു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും. ഇതിന്റെ അപ്പുറമൊന്നും ആർക്കും മനസ്സിലാക്കുന്നില്ല. ഈ മുത്തലാഖ് എന്ന് പറയുന്ന വിവാദം ഇവിടെ വ്യാപിപ്പിക്കുന്നതിലൂടെ നരേന്ദ്രമോദിയും ബിജെപിയും ലക്ഷ്യം വെക്കുന്നതാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് വലിയ അരക്ഷിതരാണ് എന്ന ഒരു കുപ്രചാരണം അഴിച്ചുവിടാൻ സാധിക്കുന്നു, ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു. രണ്ടാമത്, മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളെ ഭിന്നിപ്പിക്കാൻ സാധിക്കും. ഏതായാലും തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മുസ്ലിം സംഘടനകളെ അക്കാര്യത്തിൽ ഭിന്നിപ്പിക്കാനാണ് നരേന്ദ്രമോദിയുടെ പദ്ധതി എന്ന് അറിഞ്ഞിട്ട് പോലും സ്വയം സംരക്ഷണത്തിനു വേണ്ടി, ഓരോരുത്തരുടെയും സംഘടനാപരമായ നിലനിൽപ്പിന് വേണ്ടി സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനയും ഇന്ന് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ചില നിലപാടുകളിലേക്ക് എത്തിയിരിക്കുന്നു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ യോഗം വിളിച്ചപ്പോൾ എല്ലാ മുസ്ലിം സംഘടനകളും വന്നു. ഒരു സംഘടന മാത്രം വന്നില്ല, അവർ വരാതിരിക്കണം, അപ്പോഴാണ് അവരാവുക, അതുകൊണ്ട് നമുക്ക് പരാതിയില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. ചായക്ക് കുടിച്ച് പിരിഞ്ഞു. മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തുന്ന ഏക സിവിൽ കോഡിനെതിരെ ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആ മൂവ്മെന്റിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചിട്ട് മുജാഹിദ് ജമാഅത്ത് നേതാക്കന്മാർ ഉൾപ്പെടെ എല്ലാ മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി തീരുമാനമെടുത്ത് പിരിഞ്ഞു. അതേ സമയത്ത് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. മുത്തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെ സത്യവാങ്മൂലം കൊടുത്തൊരു കേസ്. ആ കേസിനെ കുറിച്ച് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിന്റെയും ആണുങ്ങളൊന്നും പറഞ്ഞില്ല, പെണ്ണുങ്ങളെ കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചു. MGM-ന്റെയും GIOയുടെയും നേതാക്കന്മാരെ കൊണ്ടും വാർത്താ സമ്മേളനം നടത്തിയിട്ട് പത്രക്കാരോട് പറഞ്ഞു, മുത്തലാഖ് നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ ഞങ്ങൾ കക്ഷി ചേരും എന്ന് പറഞ്ഞു. എന്താ എന്റെ അർത്ഥം? മുത്തലാഖിനെതിരെ സാക്ഷാൽ നരേന്ദ്രമോദി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സംഘടനകൾ രംഗത്ത് വന്നു. മുസ്ലിം സമുദായത്തെ മുത്തലാഖ് കൊണ്ട് ഭിന്നിപ്പിക്കാൻ സാധിക്കുമെന്ന നരേന്ദ്രമോദിയുടെ അജണ്ട ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും വിജയിപ്പിച്ചു കൊടുത്തു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ ഐക്യം കണ്ടിട്ടൊന്നും ആരും ബേജാറാകുന്നില്ല. നിങ്ങളുടെ ഐക്യവും നിങ്ങളുടെ ഈ തരത്തിലുള്ള പുതിയ പുതിയ നീക്കങ്ങളുമെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സമുദായത്തെക്കാൾ പ്രധാനം, ഉമ്മത്തിനേക്കാൾ പ്രധാനം, ഇസ്ലാമിക ശരീഅത്തിനേക്കാൾ പ്രധാനം നിങ്ങൾക്ക് വ്യക്തിപരമായും സംഘടനാപരമായും നിലനിൽപ്പാണ് പ്രധാനമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നരേന്ദ്രമോദിയോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണ്. നരേന്ദ്രമോദി കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബഹുമാനാണ്. നരേന്ദ്രമോദി കേൾക്കുമ്പോൾ ഒരു ബഹുമാനാണ്. കടപ്പുറത്തുനിന്ന് ഒരു സ്വാമി വന്നിട്ട് പ്രസംഗിച്ചത്രേ, നരേന്ദ്രമോദി പറഞ്ഞ ഒരു തലക്ക് വെളിവില്ലാത്ത സാധനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രാകൃത മനുഷ്യനായി പറഞ്ഞപ്പോഴും പരിചയപ്പെടുത്തിയപ്പോഴും കൊല്ലങ്ങളോളം പറഞ്ഞു നടന്നിട്ടും ആർക്കൊരു മനസ്സാക്ഷി കുത്തില്ല. പക്ഷെ നരേന്ദ്രമോദിയെ കുറിച്ച്, അതും സ്വന്തം സംഘടനാ നേതാവൊന്നുമല്ല, അന്യ സമുദായത്തിൽപ്പെട്ട ഒരു സ്വാമി വന്നിട്ട് അയാളുടെ അഭിപ്രായം പറഞ്ഞാണ്. ആ വേദിയിൽ വെച്ചിട്ട് തിരിച്ചിട്ടു. നിങ്ങൾ ആലോചിക്കണം, ഓരോരുത്തരുടെ കടപ്പാടും ബന്ധങ്ങളൊക്കെ, ഓരോരുത്തരുടെ കടപ്പാടും ബന്ധങ്ങളും നമ്മൾ ആലോചിക്കണം. ഈ സ്വാമി തിരുത്തി എങ്ങനെയെന്നറിയോ? സ്വാമി പറഞ്ഞു, ഞാനിത് ഈ വേദിയിൽ പറഞ്ഞത് ഞാൻ പിൻവലിക്കുന്നു, അടുത്ത വേദിയിലെ എന്റെ നിഘണ്ടുവിലെ ആദ്യത്തെ വാചകമായിട്ടാണ് ഞാൻ മാറ്റിവെക്കുന്നത്. അടുത്ത വേദിയിൽ ഞാൻ പറയുമ്പോഴേ എന്റെ നിഘണ്ടുവിലെ ആദ്യത്തെ വാചകമായിട്ട് നരേന്ദ്രമോദി തലക്ക് വെളിവില്ലാത്തവനാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ആലോചിക്കണം, നരേന്ദ്രമോദിയോ അയാളുടെ മനസ്സ് വേദനിപ്പിക്കുക, നരേന്ദ്രമോദിയുടെ കോപം അത് സഹിക്കാൻ കഴിയില്ല. ഇതേ നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും ചെയ്തത്. ഇവിടെ മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ തങ്ങളുടെ ആദർശപരമായ പാപ്പരത്വം കൊണ്ട് ഇവിടെ സലഫിസത്തിന്റെയും തീവ്രവാദത്തിന്റെയും പേരിലൊക്കെ തങ്ങൾ നാളെ വേട്ടയാടപ്പെടുമോ എന്ന ഭീഷണി കൊണ്ട് സാക്ഷാൽ നരേന്ദ്രമോദിക്ക് മുമ്പിൽ പോയി കുമ്പസരിക്കാനാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് സ്വീകരിച്ചത്. കാരണം ഒരു ഭാഗത്ത് ഇവിടെ സലഫിസവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര ഐക്യപ്പെട്ടാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ തിരിഞ്ഞുകുത്തുമോ എന്ന ഭയം കൊണ്ട് തൽക്കാലം ഇപ്പോൾ ശരണം നരേന്ദ്രമോദിയാണ് എന്ന് കണ്ടെത്തി. മറ്റേ വിഭാഗം നമ്മൾ 2 വട്ടം നിരോധിക്കപ്പെട്ട സംഘടനയാണ്.
2 വട്ടം നിരോധിക്കപ്പെട്ട സംഘടനയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ പോയിട്ട് താടി പഠിച്ചു പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇനിയും ഒരുപക്ഷെ അതുണ്ടാകുമോ എന്ന് ഭയം കൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തോട്, ഇവിടുത്തെ പൊതുസംസ്കാരത്തോട്, ഇവിടുത്തെ ദേശീയതയോട് ലയിക്കാൻ തീരുമാനിച്ചിരിക്കും. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ആർക്കെങ്കിലും അങ്ങനെ സാമുദായിക സംഘടനയാണോ മതമൗലികവാദ സംഘടനയാണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം കൂടി തീർക്കാൻ വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പുതിയൊരു സംഘടനയുമായിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമാ നടന്മാരുടെ സംഘടന അമ്മയുമായിട്ടാണ് ഇപ്പോ അലയൻസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ 2 നേതാക്കന്മാര്, ഒന്ന് ഇവരുടെ അമീറുണ്ട് MI അബ്ദുൽ അസീസ്, 2 അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു. ഇവർ 2 പേരാണ് ഇനി ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾ ആലോചിക്കണം ഏത് ഘട്ടത്തിലാണ് മുത്തലാഖ് നിരോധിക്കണമെന്ന സുപ്രീം കോടതിയിൽ കിടക്കുന്ന ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് കക്ഷി ചേരാമെന്ന് പറഞ്ഞത്? നരേന്ദ്രമോദിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു. വളരെ വൃത്തികെട്ട ആഭാസകരമായ നിലപാടാണ് സ്വീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഇവിടെ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പരിഷ്കരിക്കപ്പെട്ട വ്യക്തി നിയമം ഹിന്ദു വ്യക്തി നിയമമാണ്. ഏറ്റവും കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടത്. അത് ഓരോ 5 കൊല്ലം കൂടുമ്പോൾ പരിഷ്കരിക്കാറുണ്ട്. അതിന് ന്യായാന്യായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അതൊരു സമുദായത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ആലോചിക്കണം, ഹിന്ദു വ്യക്തി നിയമം പരിഷ്കരിക്കപ്പെടുന്ന കാലത്ത് ആ പരിഷ്കരണം ഇങ്ങനെയാവണം, അങ്ങനെയാവരുത് എന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിം പണ്ഡിതനും മുസ്ലിം സംഘടനയും അഭിപ്രായം പ്രകടിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. കാരണം എന്താണ്? അതൊരു സമുദായത്തിന്റെ ആഭ്യന്തര കാര്യമാണ്. ആ സമുദായത്തിലെ നിയമങ്ങൾ എങ്ങനെ പരിഷ്കരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മറ്റു സമുദായത്തിലെ ആളുകൾ, മറ്റു വിശ്വാസികൾ എന്തിനാണ് ഇതിലിടപെടേണ്ടത്? നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം? അവരെന്തിനാണ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടേണ്ടത്? നിങ്ങൾ വിശ്വാസികളാണോ? വിശ്വാസികളല്ലാത്ത ആളുകൾ ഒരു വിശ്വാസി സമൂഹത്തിന്റെ ആഭ്യന്തര നിയമങ്ങളിൽ എന്തിന് പരിഷ്കരണത്തിന് വേണ്ടി മുറവിളി കൂട്ടണം? ഈ രാജ്യത്തെ ഏത് പൗരനും അവനിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ഇവിടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം വകവെച്ച് നൽകിയിട്ട് ആ സമുദായത്തിന്റെ വ്യക്തി നിയമത്തിൽ ആർക്കെങ്കിലും പരിഷ്കരണം വേണമെങ്കിൽ അത് അവര് കൂടി തീരുമാനിക്കട്ടെ എന്നല്ലേ പറയേണ്ടത്? പുറത്തുനിന്ന് ബാഹ്യമായ ഇടപെടലിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വിവാഹം ഇങ്ങനെയാവണം, വിവാഹമോചനം ഇങ്ങനെയാവണം, ബഹുഭാര്യത്വം ഇങ്ങനെയാവണം എന്ന് പറയാൻ മറ്റുള്ളവർക്കാർക്ക് ആരാണ് അവകാശം കൊടുത്തത്? ഏത് ഭരണഘടനയാണ് അതിന് അവകാശമുള്ളത്? ഇവിടെ മുസ്ലിം സമുദായം മറ്റു കാര്യങ്ങൾ ഇടപെടാറില്ല. നിങ്ങൾ ആലോചിച്ചു, ഇവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു മഫ്തയുടെ വിവാദം, അവിടെ ഒരു പർദ്ദയുടെ വിവാദം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്ക് അന്ന് രാത്രി പിന്നെ ചാനലുകൾ സജീവ ചർച്ചയാണ്. കുറെ ആളുകൾ വന്നിട്ട് മുസ്ലിം സമുദായം അവർ അങ്ങനെ ഭീഷണി നേരിടുന്നു, ആ പർദ്ദയുടെ കറുപ്പിന്റെ അടയാളം അതാണ്, മഫ്തന്റെ കാരണം ഇതാണ്, മുസ്ലിം സ്ത്രീയുടെ കട്ടപ്പാടിന് വേണ്ടിയിട്ട് ഏതെല്ലാം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ മാധ്യമ ചർച്ചകളിലും പൊതുവേദികളിലും അഭിപ്രായ പ്രകടനം നടത്താറുള്ളത്? അഭിപ്രായം പറയുന്നതിനോട് നമ്മൾ വിയോജിക്കുന്നില്ല. ഇസ്ലാമിനെ ആർക്കും വിമർശിക്കാം, അനുകൂലിക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാവണം, നിങ്ങൾ അങ്ങനെയാവണം, നിങ്ങളുടെ മതം അങ്ങനെയാക്കണം എന്ന് പറയാൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതി വരുത്താൻ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെ ഇസ്ലാമിക ശരീഅത്ത് അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം എന്ന് പറയാൻ ഒരിക്കലും ഈ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് ആരും വരരുത്. ഏതുപോലെ ഇവിടെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വലിയൊരു വ്യവഹാരം നടക്കുന്നുണ്ട്. ശബരിമലയിലെ സ്ത്രീ തീർത്ഥാടകരുടെ അവരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കോടതിയിലാണ് വിഷയമുള്ളത്. ഇന്ത്യയിലെ ഹിന്ദു സമൂഹത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷവും അതൊരു വിശ്വാസപരമായ കാര്യമാണ് എന്നാണ് പറയാറുള്ളത്. കോടതിയിൽ വിശ്വാസപരമായ കാര്യമാണ്, അതിലിടപെടേണ്ടതില്ല എന്ന് പറയുന്നവരുണ്ട്. സർക്കാർ കൊടുക്കുന്ന അഫിഡവിറ്റ് ആദ്യം വിശ്വാസപരമായ കാര്യമാണ്, ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സർക്കാർ മാറ്റിക്കൊടുത്തു, സ്ത്രീകളുടെ സംരക്ഷണം, സ്ത്രീകളുടെ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഈ ശബരിമലയിലെ സ്ത്രീകളുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സ്ത്രീ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞോ മറ്റോ ഇന്ത്യയിലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇടപെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം സംഘടന അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കാരണം എന്താണ്? അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്.
അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അത് ആ വിശ്വാസി സമൂഹവും കോടതിയും നിയമവിദഗ്ധരും സർക്കാരും കൂടി തീരുമാനിക്കട്ടെ. ഒരിക്കലും മറ്റൊരു സമുദായത്തിന്റെ ആഭ്യന്തര നിയമങ്ങളിൽ സമസ്തയോ ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ മുസ്ലിം പണ്ഡിതന്മാർ ഇടപെടാറില്ല. ഇതുപോലെ ഈ സമീപനം ഇങ്ങോട്ട് സ്വീകരിച്ചുകൂടെ? ഇവിടെ വിവാഹം എന്ന് പറയുന്നത്, വിവാഹമോചനം, ബഹുഭാര്യത്വം, അതേപോലെ സ്വത്തവകാശം, ഈ 4 വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ഇവിടെ വലിയ വിവാദം നടക്കുന്നത്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്ന ഈ 4 കാര്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട ഒരു നിയമസംഹിത ഞങ്ങൾ ഹാജരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസംഹിത ഇന്നുവരെ ഹാജരാക്കാൻ പറ്റിയിട്ടുണ്ടോ? 10-70 വർഷമായി ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വരുന്നു. ഏക സിവിൽ കോഡിന്റെ ഒരു കരട് രേഖ, ഒരു ഡ്രാഫ്റ്റ്, ഒരു മോഡൽ കോപ്പി ഇന്നുവരെ ഈ ആവശ്യക്കാർ ഇവിടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചർച്ച കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? വിവാഹമോചനം, ബഹുഭാര്യത്വം, അനന്തരാവകാശത്ത് വീതിക്കൽ ഉൾപ്പെടെയുള്ള ഈ 4 കാര്യങ്ങൾക്കും ബദലായി അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിയമസംഹിത ഇതാ എന്ന് ഹാജരാക്കാൻ, അള്ളാഹുവിന്റെ നിയമത്തെക്കാൾ കവച്ചുവെക്കുന്ന മറ്റൊരു നിയമം ഹാജരാക്കാൻ ഇവിടെ ആർക്കും ഇന്നുവരെ സാധിക്കുകയുമില്ല. ഈ ലളിതമായ സത്യമെങ്കിലും മനസ്സിലാക്കാൻ ഇതിനുവേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾക്ക് സാധിക്കണം. വിവാഹം എന്ന് പറഞ്ഞാൽ മറ്റു സമുദായങ്ങളിലോ മറ്റു വിഭാഗങ്ങളിലുള്ളത് പോലെയല്ലല്ലോ. ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, താനൊരു ഭാര്യയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവളുടെ സർവ്വ സംരക്ഷണവും സമ്പൂർണമായി ഏറ്റെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഉത്തമ ബോധ്യമുള്ളപ്പോഴല്ലേ അവന് വിവാഹം കഴിക്കാൻ പോലും സാധിക്കുള്ളൂ. അല്ല, ആ നിലക്ക് അവളെ നോക്കി നടത്താൻ കഴിയില്ല എന്നാണെങ്കിൽ നോമ്പ് നോറ്റോ എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റേതായ ചില ഘട്ടങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതല്ലേ ഇസ്ലാമിലെ വിവാഹം? ഇനി ഇസ്ലാമിൽ വിവാഹമോചനമോ ആവശ്യാനുസരണം ഇഷ്ടം പോലെ തൊലാഖ് ചൊല്ലുക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഏതെല്ലാം ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഒരു തൊലാഖിൽ പോലും എത്തുന്നത്? ഉപദേശവും അതേപോലെ പരസ്പരം ചർച്ചയും അതേപോലെ ഇരു വിഭാഗത്തിൽ കുടുംബങ്ങളുടെ പ്രതിനിധികൾ വന്നിട്ടുള്ള ചർച്ചയും എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കിയിട്ടല്ലേ വിവാഹം കഴിച്ച അതേപോലെ തന്നെ പെട്ടെന്ന് വിവാഹമോചനം നടത്തുക എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും പുതിയ 2000 നോട്ട് പോലെയാണ്, കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഈ രീതിയിൽ വിവിധങ്ങളായ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് നാട്ടുമധ്യസ്ഥന്മാർ ഉൾപ്പെടെ ഇരുവിഭാഗത്തിലെ കുടുംബങ്ങളടക്കം തീരുമാനിച്ചിട്ട് പിന്നെ തീരുമാനിക്കുക, എന്നാ പിന്നെ തൽക്കാലം ഇവരൊന്ന് പിരിഞ്ഞിരിക്കട്ടെ, അതും ഒരു തലാഖ് ചൊല്ലിയിട്ട് വേണമെങ്കിൽ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ആ ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വിവാഹമോചന രീതിയല്ലേ? ആ വിവാഹമോചന രീതിയല്ലേ ഇസ്ലാം അനുവദിക്കുന്നത്? എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അറിഞ്ഞിട്ടോ അറിയാതെയോ ഇസ്ലാമിലെ വിവാഹമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ആഭാസകരമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ബഹുഭാര്യത്വം അവതരിപ്പിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തെ പുതിയ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലല്ല, മറ്റു സമുദായങ്ങൾക്കിടയിലാണ്. ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത് മറ്റു സമുദായങ്ങൾക്കിടയിലാണ്. മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് ബഹുഭാര്യത്വം സ്വീകരിക്കാൻ അനുവാദമുണ്ട്. ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം അനുവദനീയമല്ലെന്ന് മാത്രമല്ല, ബഹുഭാര്യത്വം സ്വീകരിച്ചു എന്ന് കോടതിക്ക് മുമ്പിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവാഹം കഴിച്ച ബഹുഭാര്യത്വം സ്വീകരിച്ചാൽ 5 വർഷം കഠിന തടവ് ശിക്ഷയ്ക്ക് വിധേയനാവണം ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ച്. അപ്പൊ വ്യക്തി നിയമം അനുസരിച്ച് ബഹുഭാര്യത്വം അനുവദനീയമല്ലാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരിക്കെ ബഹുഭാര്യത്വം അനുവദനീയമായ ഒരു സമൂഹം ഇവിടെയുണ്ട്. പക്ഷേ രണ്ടിന്റെയും കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ബഹുഭാര്യത്വം നിയമപരമായി അനുവദിച്ച സമുദായത്തിലല്ല, അനുവദിക്കാത്ത സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത്. അനുവദിക്കാത്ത സമുദായത്തിലാണ്. പിന്നെ ഈ ബഹുഭാര്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോ BJP-ക്കാരും RSS-കാരും ഒക്കെ മുസ്ലിം സമുദായത്തെ കളിയാക്കുന്നുണ്ട്. വളരെ മോശമായ രീതിയിലാണ് മുസ്ലിം സമുദായത്തെ അതിന്റെ പേരിലൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യൻ 58 വിവാഹം കഴിച്ചു എന്ന് ഒരു ആരോപണം ഇന്ത്യയിലും ഒരു മുസ്ലിമിനെതിരെ ഉണ്ടായിട്ടില്ല. 58 കല്യാണം കഴിച്ചു 58 കല്യാണം കഴിച്ചു എന്നൊരു ആരോപണം ഇന്നുവരെ ഒരു മുസ്ലിമിനെതിരെ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരാളുടെ ഇന്ത്യ രാജ്യത്ത് 58 കല്യാണം കഴിച്ചു 70 വയസ്സിനകത്ത് 58 കല്യാണം കഴിച്ചു. അദ്ദേഹം 58ാമത്തെ കല്യാണം കഴിച്ചത് 67ാമത്തെ വയസ്സിലാണ്. 58ാമത്തെ വിവാഹം കഴിച്ചത് 67ാമത്തെ വയസ്സിലാണ്. 25-കാരിയായ ഒരു യുവതിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 58ാമത്തെ വിവാഹം കഴിച്ചത് 25 വയസ്സുകാരിയായ ഒരു പെണ്ണിനെ
അത് 67-ാം വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഈ കല്യാണം കഴിച്ചയാള് ബാഗുൻ സുഹറായ് എന്ന് പറയുന്ന ബീഹാറിലെ MLA-യും MP-യുമാണ്. ഏത് പാർട്ടിയുടെ? BJP-യുടെ. BJP-യുടെ MP-യും MLA-യുമായ ആളാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിവാഹം കഴിച്ചത്. 58 വിവാഹം. ഇങ്ങനത്തെ റെക്കോർഡൊന്നും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഉണ്ടായിട്ടില്ലല്ലോ. ഇഷ്ടംപോലെ വിവാഹം കഴിക്കാൻ പറ്റുന്ന ആളുകൾ, ഇഷ്ടംപോലെ വിവാഹം കഴിക്കാൻ വേണ്ടി അവരെ മതം അനുവദിക്കുന്നു, ഇഷ്ടംപോലെ പെണ്ണ് കെട്ടാനും തലാക്ക് ചെല്ലാനും അനുവദിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ സമുദായത്തിൽ ഇങ്ങനെ റെക്കോർഡ് ഉണ്ടായിട്ടില്ലല്ലോ. ആ റെക്കോർഡ് 58 വിവാഹം കഴിച്ച് അതും 67-ാമത്തെ വയസ്സിൽ 25-കാരിയായ ഒരു യുവതിയെ ഉൾപ്പെടെ വിവാഹം കഴിച്ചത് BJP-യുടെ MP-യും MLA-യുമായി BJP-യിലെ ബീഹാറിന്റെ നേതാവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ആദ്യം അവനാന്റെ രോഗമൊക്കെ ചികിത്സിച്ച് പോരെ ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ഭേദഗതി പറയാനും മറ്റുമൊക്കെ. ഇതേപോലെ അനന്തരാവകാശത്തിന്റെ കാര്യം എടുത്തു നോക്ക്, സ്വത്ത് വീതം വെക്കുന്ന കാര്യം എടുത്തു നോക്ക്. ബഹുഭാര്യത്വം അനുവദനീയമായ കാലത്ത്, ബഹുഭാര്യത്വം അനുവദനീയമായിരുന്ന കാലത്ത് ആദ്യ ഭാര്യക്കല്ലാതെ രണ്ടാമത്തെ ഭാര്യക്കും മൂന്നാമത്തെ ഭാര്യക്കും നാലാമത്തെ ഭാര്യക്കൊന്നും സ്വത്തവകാശം കൊടുക്കാൻ പാടില്ല. ഹിന്ദു വ്യക്തി നിയമം അനുസരിച്ച്, മുസ്ലിങ്ങൾക്കിടയിലോ ശരീഅത്ത് അനുസരിച്ചോ. ഞാൻ ഹിന്ദു വ്യക്തി നിയമം എന്ന് ഇതിന് മറുവാദമായിട്ട് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങളോടുള്ള പ്രയാസം കൊണ്ടല്ല, അവരുള്ള വിയോജിപ്പ് കൊണ്ടല്ല. പക്ഷേ ഇതിന് ബദലായി ഹിന്ദു കോഡാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് BJP നേതാക്കന്മാർ പരസ്യമായി പ്രസംഗിച്ചതുകൊണ്ടാണ് ഇതിന് ബദലായിട്ട് ഞാൻ ആ വ്യക്തിയും പറയുന്നത്. അല്ലാതെ ഹൈന്ദവ സഹോദരങ്ങളുടെ നിയമങ്ങളിലോ ആചാരങ്ങളിലോ നമുക്കെന്തെങ്കിലും അസഹിഷ്ണുത ഉണ്ടായതുകൊണ്ടല്ല. ഇതാണല്ലോ നാട്ടിലെ ചുറ്റുപാട്. സ്വത്തവകാശത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഇവർക്ക് അനുവദനീയമായിരുന്ന കാലത്ത് ആദ്യ ഭാര്യയ്ക്ക് മാത്രം സ്വത്തവകാശം കിട്ടും, രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഭാര്യയ്ക്ക് ഇനി എത്ര വിവാഹം കഴിച്ചാലും അവർക്കൊന്നും സ്വത്തവകാശം അനുവദനീയമായിരുന്നില്ല. അവിടെയല്ലേ ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രസക്തിയുള്ളത്. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് 4 വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കുക. എത്ര പേരുണ്ട് 4 വിവാഹം കഴിച്ചവർ? അപൂർവങ്ങളിൽ അപൂർവം. പക്ഷേ ആ 4 ഭാര്യയ്ക്കും തുല്യമായ നീതി, തുല്യമായ സംരക്ഷണം, എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയുന്നവന് മാത്രം അവകാശപ്പെട്ടതാണ്, അനുമതി ലഭിക്കുന്നതാണല്ലോ ഈ ബഹുഭാര്യത്വം. അനന്തരാവകാശത്തിന്റെ കാര്യത്തിലും അങ്ങനെയല്ലേ. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം വിഭാവന ചെയ്യുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ പിതാവിന്റെ സംരക്ഷണത്തിലാവുന്ന കാലം സമ്പൂർണമായ സംരക്ഷണം പിതാവ് ഏറ്റെടുക്കും. ഇനി ഒരു പുരുഷന് വിവാഹം കഴിച്ചു കൊടുത്താലോ ആ പെണ്ണിന്റെ ഭക്ഷണം, താമസം, പാർപ്പിടം, വസ്ത്രം, ചികിത്സ, ആ സ്ത്രീയുടെ ജീവിതത്തിൽ, ആ ഭാര്യയുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ സർവ്വ സംരക്ഷണവും ഭർത്താവിന്റെ ചുമലിലാണ്. സർവ്വ സംരക്ഷണവും ഭർത്താവിന്റെ ചുമലിലല്ലേ. എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്വം ഭർത്താവിനാണ്. സ്വന്തം തടിക്ക് വേണ്ടി കൊടുക്കേണ്ട പിതൃ സക്കാത്ത് പോലും ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം. ഭാര്യന്റെ കയ്യിൽ കാശുണ്ട് എന്നാൽ പോലും ഉത്തരവാദിത്വം ഭർത്താവിനാണ്. ആ അർത്ഥത്തിലല്ലേ ഇസ്ലാമിലെ സ്വത്തവകാശവുമായി സ്ത്രീയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം. ആ സ്വത്തവകാശവുമായി പറയുന്നിടത്ത് സ്ത്രീക്ക് പകുതിയാണ് കൊടുക്കുന്നത്. വിവേചനമാണ്. ഇത് ലിംഗനീതിക്കെതിരാണ്. ഇതാണ് വാദം. ലിംഗനീതിക്കെതിരാണ്. ഈ ലിംഗനീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആധുനിക സമൂഹത്തിന്റെ പുരോഗമനവാദികൾ ആലോചിക്കണം. നിങ്ങളുടെ ലിംഗനീതി അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണ്? ഭർത്താവ് മാത്രം മക്കളെ സംരക്ഷിക്കുവോ? പിതാവ് മാത്രം മക്കളെ സംരക്ഷിക്കുവോ? ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിയുണ്ടെങ്കിൽ ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും ശമ്പളത്തിന്റെ വരുമാനം പങ്കിട്ടുകൊണ്ടല്ലേ നിങ്ങൾ മക്കളെ സംരക്ഷിക്കുക? ഭാര്യ പറയുന്നു, ഇത് ഞാൻ ജോലി ചെയ്തിട്ട് എടുക്കുന്ന പണമാണ്, സമ്പാദ്യമാണ്, എന്റെ മക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് ഭർത്താവിനോട് ചോദിക്കാൻ പറ്റില്ല. ഇരുവിഭാഗവും ഒരുമിച്ച് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഭാര്യ ഇസ്ലാമിക സമൂഹം അനുസരിച്ച് ഭാര്യയ്ക്ക് എത്ര സ്വത്തുണ്ടാവട്ടെ ആ കുടുംബം പോറ്റാൻ, മക്കളെ സംരക്ഷിക്കാൻ, ഭാര്യയെ സംരക്ഷിക്കാൻ ഭർത്താവിന്റെ ചുമതലയാണ്. ഇപ്പോ നമ്മളതിന് ഒരു നേർക്കുനേർ, നമ്മളതിന്റെ ഒരു ഉദാഹരണം നേർക്കുനേർ അനുഭവിക്കാറുണ്ട്. ഇവിടെ വേദിയിലും സദസ്സിലൊക്കെ ഉംറക്ക് പോണ കുറെ അമീർമാരുണ്ടാവും. ഉംറക്ക് പോകണ അമീർമാർ ആലോചിച്ച് നോക്കുക. ഉംറക്ക് പോയൊരു ആലോചിച്ചാൽ ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകൾ കൂടുതലും സ്ത്രീകളാണ്. ഉംറക്കും ഹജ്ജിനും പോകുന്ന ആളുകൾ കൂടുതലും സ്ത്രീകളാണ്. ആ ഉമ്മാനോട് പോയി ചോദിക്കുക, അല്ല നിങ്ങളെ പുതിയാപ്പിള ഉംറ ചെയ്തിട്ടില്ലല്ലോ, എന്താ പോരില്ലേ? അല്ല നിങ്ങളെ ഭർത്താവ് ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, എന്താ നിങ്ങൾ പോരില്ലേ എന്ന് ചോദിച്ചാൽ ആ ഉമ്മ പറയും, മൂപ്പർക്ക് എന്തൊക്കെ ഇനി ഇടപാടും കടങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ മൂപ്പരിഞ്ഞ് എപ്പോഴാ പോരട്ടെ, ഞാനായാലും ഇപ്പൊ ഉംറക്ക് പോവാണ്, ഹജ്ജിന് പോവാണ്.
അപ്പൊ ഭർത്താവിന് കടവും ബാധ്യതയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എവിടുന്ന പൈസ കിട്ടി? എനിക്ക് എന്റെ വാപ്പാന്റെ ഊരി കിട്ടിയതാണ്. ആ ഭാര്യക്ക്, ആ ഉമ്മാക്ക് സ്വന്തം പിതാവിൽ നിന്ന് കിട്ടിയ അനന്തരാവകാശ സ്വത്ത് കൊണ്ട് ആരും കടം വീട്ടാൻ ഒരു ബാധ്യതയില്ല. അത് അവർക്ക് കിട്ടുന്നൊരു ഗിഫ്റ്റാണ്. അവരുടെ ഇഷ്ടാനുസരണം ചെലവാക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ IT മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. IT മേഖലയിലാണ് ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി IT ഫീൽഡിലാണ്. ഇപ്പൊ നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ മാസം 4-5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. 4-5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. 20-22 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും നല്ലൊരു IT കമ്പനി സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ മറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ 4-5 ലക്ഷം രൂപ മാസം ശമ്പളമാണ്. എന്നാൽ ഈ രാജ്യത്തെ കരസേന, വ്യോമസേന, നാവികസേന, ഈ രാജ്യത്തെ മുഴുവൻ അടക്കി ഭരിക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന പ്രഥമ പൗരൻ എന്ന് പറയുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട്. പ്രണബ് മുഖർജിയാണ് ഇപ്പോ പ്രഥമ പൗരൻ എന്നാ പറയാം. ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ പേരെഴുതുമ്പോൾ ആദ്യം മൂപ്പര പേരെ എഴുതുന്നുണ്ട്. ഇവിടെ ഒരു പാർലമെന്റ് നിയമം പാസാക്കിയാൽ അവസാനം മൂപ്പര കയ്യൊപ്പോട് കൂടിയാണ് അത് നിയമമാകുന്നത്. അപ്പൊ രാജ്യത്തെ ഏറ്റവും പ്രഥമ പൗരനാണ്, ഏറ്റവും ഒന്നാമനാണ്. അപ്പോ ആ പ്രഥമ പൗരനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാവരേക്കാളും ഉയർന്ന പദവിയും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമാണ് കിട്ടേണ്ടത്. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റിന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന IT വിദഗ്ധന്റെ 4.5% മാത്രമാണ് ശമ്പളം. കഷ്ടി 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവുള്ളൂ. അതൊരു അനീതിയല്ലേ? ഈ രാജ്യത്ത് എല്ലാവരേക്കാളും മുകളിൽ നിൽക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനല്ലേ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടേണ്ടത്? കാരണം അതിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഭക്ഷണം സർക്കാർ വഹിക്കും, അയാളുടെ താമസം സർക്കാർ വഹിക്കും, ചികിത്സ സർക്കാർ വഹിക്കും, അയാൾക്ക് എവിടെയെങ്കിലും ടൂർ പോകണം സർക്കാർ വഹിക്കും, അയാൾക്ക് ഏത് ജീവിതത്തിൽ എന്ത് ആഗ്രഹം ഉണ്ടാവട്ടെ അതൊക്കെ സർക്കാർ വഹിക്കും. പിന്നെന്തിനാ ശമ്പളം? അത് വെറുതെ പോക്കറ്റിലിടാൻ. ഇതേപോലെയല്ലേ ഒരു മുസ്ലിം സ്ത്രീക്ക് അനന്തരാവകാശത്തിലൂടെ ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്നത്? എല്ലാ സൗകര്യങ്ങളും സംരക്ഷണങ്ങളും ഭർത്താവ് വഹിക്കും, എല്ലാ സംരക്ഷണവും ഭർത്താവ് വഹിക്കും. പിന്നെ വാപ്പാന്റെ മുതൽ ഒരിച്ച് കിട്ടിയെന്തിനാ? അത് ഉംറക്ക് പോവാം, ഹജ്ജിന് പോകാം, അജ്മീർക്ക് സിയാറത്തിന് പോകാം, അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം. ചെറുപ്പകാലത്ത് നല്ല സ്വർണ്ണമാല ധരിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 5 പവന്റെ സ്വർണ്ണം വാങ്ങിട്ടെ, അത്രയേ ഉള്ളൂ. ഇതിന് സമാനമായി സ്ത്രീക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്ത മറ്റേതു നിയമസംഹിതയാണ് നമ്മുടെ രാജ്യത്തുള്ളത്? ലോകത്തിന് ബദലായി സ്ത്രീയുടെ സംരക്ഷണവും ഉത്തരവാദിത്വം ഏൽക്കുന്ന ഏതൊരു നിയമസംഹിത ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കും? ഇത് അവതരിപ്പിക്കാൻ സാധിക്കില്ല എന്നുകൊണ്ടാണ് ഇതിന് ബദലായി ഇന്നുവരെ ഒരു സിവിൽ കോഡിന്റെ ഡ്രാഫ്റ്റ് ഹാജരാക്കാതെ ഇതിന് പകരമായി മുസ്ലിം സമുദായത്തിനെതിരെ കുപ്രചാരണം അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം സ്ത്രീക്ക് വകവെച്ച് നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവുമെന്ന് പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കിയിട്ട്, പ്രബോധനത്തിനുള്ള അവസരമാക്കിയിട്ട് നമ്മൾ ഇതിനെ മാറ്റണം. അതുകൊണ്ടാണ് SKSF ഈ വർഷത്തെ റബിയുൽ അവ്വലിന്റെ മീലാദ് ക്യാമ്പയിന് പേരിട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബനീതിയുടെ പ്രകാശം എന്നൊരു പ്രമേയമാണ് ഈ അവസരത്തിലിട്ടത്. കുടുംബനീതി, ഒരു സ്ത്രീ, ഇസ്ലാമിലെ ഒരു സ്ത്രീ എങ്ങനെയാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ അത് പരിചയപ്പെടുത്തി കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും നാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതിന്റെ സമ്പൂർണ്ണത കൈവരിക്കാനും ആവശ്യമായിട്ടുള്ള ഉത്ബോധനമാണ്. അതിനുള്ളൊരു പ്രബോധനത്തിനുള്ള അവസരമാക്കിയിട്ടാണ് ഈ വർഷത്തെ മീലാദ് ക്യാമ്പയിൻ SKSF ആവിഷ്കരിക്കുന്നത്. മേഖലാ കമ്മിറ്റി പ്രത്യേകമായി ക്ലസ്റ്ററുകളും ശാഖകളിലും മഹല്ലുകളിലുമൊക്കെ ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകുന്ന അവകാശങ്ങളെയും സ്വാതന്ത്ര്യവും സംരക്ഷണത്തെക്കുറിച്ച് നന്നായി പഠിപ്പിച്ചു കൊടുക്കാനും മോദി ഉണ്ടാക്കിയ ഈ വിവാദങ്ങളെ അത് പ്രബോധനത്തിനുള്ള ഒരവസരമാക്കി മാറ്റിയിട്ട് എന്താണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് ഇവിടുത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരമാക്കി മാറ്റാൻ ഇതിന് സാധിക്കണം. ഇതേപോലെയുള്ള മദീന പാഷന്റെ ഭാഗമായിട്ട് ഇത്രയും വിപുലമായ ഒരു സമ്മേളനവുമായി മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SKSF പള്ളിക്കൽ ടൗൺ കമ്മിറ്റിയുടെ
സിൽവർ ജൂബിലി സമ്മേളനവും മതപ്രഭാഷണ ദിക്റുദ് ആ സമ്മേളനവും 2016 ഡിസംബർ 2, 3, 4 വെള്ളി, ശനി, ഞായർ തീയതികളിൽ പള്ളിക്കൽ ബസാർ കോയക്കുട്ടി ഉസ്താദ് നഗരിൽ വെച്ചുകൊണ്ട് നടക്കുന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, റാസിദ് ഗസാലി, സയ്യിദ് മുബഷിർ ഹുദബി തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ കണ്ണന്തളി, സോലിഹ് അൻവരി തൊടുപുഴ, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമൽ അലി തുടങ്ങിയ പ്രഗത്ഭർ